എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 ജൂലൈ മാസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വലിയ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ അൽ ജസീറയുടെ ഒരു ലേഖകൻ ഒരു ചോദ്യം നെതന്യാഹുവിൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ശത്രുക്കൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ നെതന്യാഹു അതിന് ആൻസർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലേഖകൻ വീണ്ടും ചോദിച്ചു 3 പ്രധാനപ്പെട്ട ശത്രുക്കൾ. അപ്പോൾ നെതന്യാഹു ആൻസർ ചെയ്യാണ് 3 ആളാണ് വേണ്ടത്. ഒന്നാമത് ഇറാൻ, രണ്ടാമത് ഇറാൻ, മൂന്നാമത് ഇറാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് ഈ പത്രസമ്മേളനം നടത്തിയത് 2023 ജൂലൈ മാസമാണ്. ശരിക്കും ആ 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് ഹമാസ് ഇസ്രയേലിലേക്ക് ഇരച്ച് കയറുകയും അവിടെ ഒരു മ്യൂസിക് കൺസേർട്ടിൽ ഇതിലേക്ക് വന്നിട്ട് ആൾക്കാരെ വെടിവെച്ച് ഏകദേശം 1500 ആൾക്കാരെയാണ് വെടിവെച്ച് കൊന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരെ 300 പേരെ 400 പേരെയൊക്കെ ബന്ദികളാക്കുകയും ചെയ്തു. ഈ ബന്ദികളാക്കിയത് കൂടുതലും സ്ത്രീകളും കുട്ടികളും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി ഏതെങ്കിലും പത്രപ്രവർത്തകൻ നെതന്യാഹുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട 3 ശത്രുക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതന്യാഹു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആൻസർ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തുർക്കി, രണ്ടാമത് ഇറാൻ, മൂന്നാമത് പാകിസ്ഥാൻ. 3 പേരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആൻസർ ആയിരിക്കും. നെതന്യാഹു ഈ ഒരു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അതിനിടയ്ക്ക് സംഭവിച്ചു. അപ്പോൾ ഇത്തരത്തിലൊരു കാലാവസ്ഥയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ 3 ആൻസർ ആയിരിക്കും നെതന്യാഹു പറയാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഗസയിൽ ഏകദേശം ഇനി ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഗസ സിറ്റി പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചെടുക്കും. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ട് തകർത്തു. അത് പൂർണ്ണമായിട്ട് തകർത്തെന്ന് വെച്ചാൽ ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, അതായത് എല്ലാ ആൾക്കാരും ഒഴിഞ്ഞു പോകണം അവിടുന്ന്. അപ്പോൾ ഇസ്രായേൽ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവിടുത്തെ രോഗികളെയും അവിടെയുള്ള അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വേണ്ട സെറ്റപ്പിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ആ ഹോസ്പിറ്റൽ പൂർണ്ണമായി തകർത്തത്. അപ്പോൾ ഇസ്രായേൽ ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ മാതിരില്ല, ഈ ഹമാസിൻ്റെ ഇത് മാതിരില്ല. ഇസ്രായേലിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബോംബിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ തകർക്കുകയാണെങ്കിൽ വ്യക്തമായ നിർദ്ദേശം ജനങ്ങൾക്കും കൊടുക്കും, അവിടെയുള്ള ആ സ്ഥാപനങ്ങൾ ആൾക്കാർക്കും കൊടുക്കും. പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയും. അതിനുള്ള ആൾട്ടർനേറ്റീവ്സും ബാക്കപ്സും അവരും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഇസ്രായേൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ മലയാള മാധ്യമങ്ങളൊക്കെ പറയും ഇസ്രായേൽ കണ്ടില്ലേ ഗസ സിറ്റിയിലെ ഹോസ്പിറ്റൽ ബോംബിട്ട് തകർത്തു, രോഗികളടക്കം കൊന്നു എന്നൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ വലിയ മസാലകളൊക്കെ ചേർത്തിട്ട് പറയും. പക്ഷേ അതിൻ്റെ എല്ലാവിധ സെറ്റപ്പുകളും ചെയ്തു വെച്ചിട്ടാണ് ഇസ്രായേൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇസ്രായേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാനുഷിക പരിഗണന കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാം 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് അവിടെ ഇസ്രായേൽ കയറിയിട്ട് അതായത് ജീവിതം എൻജോയ് ചെയ്യാൻ വന്നേ ഒരു മ്യൂസിക് കൺസേർട്ടിൽ കയറിയിട്ടാണ് ഏകദേശം 1500 രൂപയുടെ തലങ്ങും വിലങ്ങും ഇങ്ങനെ വെടിച്ചൊക്കെ കൊല്ലുന്നത്. അപ്പോൾ അതിന് ഇനി ഒരു തരത്തിലും ഹമാസ് എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇസ്രായേൽ അവരുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. ഗസ സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ അവരെന്താ പറയേണ്ടത്, ഗസ സിറ്റിയിലാണ് ഇപ്പോൾ ഏകദേശം ഹമാസിൻ്റെ ആൾക്കാരൊക്കെ തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഗസ സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഖത്തറിലൊക്കെ അവരുടെ കുറേ ലീഡേഴ്സ് അവിടെ ഉണ്ട്. കുറച്ച് ദിവസം മുന്നേ അവിടെ ഖത്തറിലേക്ക് അടിച്ചു, കുറച്ച് ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടു. പിന്നീട് ഖത്തർ തന്നെ പറയുന്നു നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരൊന്നും കൊല്ലപ്പെട്ടില്ല എന്ന്. അതിൻ്റെ സത്യാവസ്ഥ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്നറിയാം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഈ ഗസ സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ ആ ഗസ സിറ്റി പൂർണ്ണമായിട്ടും ഇസ്രായേൽ പുതുതായിട്ട് ന്യൂ ജനറേഷൻ ആയിട്ട് നിർമ്മിക്കാൻ പോകുന്ന ന്യൂ ജനറേഷൻ വെപ്പൺസിൻ്റെ വലിയൊരു ആയുധ ഫാക്ടറി മാത്രമല്ല ഒരു ആയുധം നിർമ്മിച്ചിട്ട് അത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ സംഭവം ഗസ സിറ്റിയിൽ ഇസ്രായേൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു വലിയ എക്സ്പ്ലനേഷൻ, സാധാരണ എന്തെങ്കിലും ഇസ്രായേലിലെ ഒരു രാജ്യം എന്തെങ്കിലും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുന്ന, ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പ്രധാനമന്ത്രി ആയിരിക്കില്ല, അതായത് അതുമായി ആ മേഖല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതൊക്കെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ISROയുടെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ISROയുടെ ചീഫായിരിക്കും, അല്ലെങ്കിൽ ISROയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കും. ഒരു പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ അയൺ ലേസർ ബീമൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ. അപ്പോൾ അത് വരുന്ന ആളുകൾക്ക്, അതായത് ഒരു തുടക്കം മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിന് ഒരുപാട് ന്യൂ ജനറേഷൻ ആയുധങ്ങൾ ഇസ്രായേലിന് വരാൻ പോവാണ്. അപ്പോൾ ഇസ്രായേലിന് പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ വലിയ പ്രസൻറ്റേഷൻ ഇതൊക്കെ ആ വീഡിയോൻ്റെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾ കയറി നോക്കണം. അതായത് ആ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നെതന്യാഹുവാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് അടിയിൽ വരുന്ന കമൻസുകളൊക്കെ കണ്ടു. അതായത് ഇതൊക്കെ വലിയൊരു സംഭവമാണ്. അതായത് ഇത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അവർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രസൻറ്റ് ചെയ്യുന്നത് ആ പ്രധാനമന്ത്രിയാണ്. ആലോചിക്കുക ആ കമൻറ്റ്, ഇതൊക്കെ ഒരു വലിയൊരു മറ്റു രാജ്യങ്ങൾ ഇദ്ദേഹത്തെ റോൾ മോഡലായി കാണണം. ഇദ്ദേഹത്തെ ഇല്ല, ഇസ്രായേലിനെ തന്നെ ഒരു റോൾ മോഡലായിട്ട് കാണുന്നതാണ് കൂടുതലും പേരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഗസ സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് അടുത്തത് തുർക്കിയായിരിക്കും. ഈ തുർക്കിയെ ലക്ഷ്യം വയ്ക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ തുർക്കി പ്രസിഡന്റ് എർദോഗനെ ഉണ്ടല്ലോ, എർദോഗൻ ഏകദേശം 4 മക്കളാണ്.
ഒന്ന് അഹമ്മദ് എർദോഗൻ, പിന്നെ ബിലാൽ എർദോഗൻ, ഒന്ന് എസ്ര എൽദോഗൻ, ഒന്ന് സുമയ്യ എൽദോഗൻ. ഈ സുമയ്യ എൽദോഗനാണ് ഈ ഏറ്റവും ചെറുതായ ഏറ്റവും താഴെയുള്ള മകളാണ് സുമയ്യ എർദോഗൻ. ഈ സുമയ്യ എർദോഗനെ കെട്ടിയിരിക്കുന്ന ആരാണെന്നറിയോ? ഈ സെലക് ബൈറക്തർ എന്ന് പറയുന്ന ഒരാളാണ്. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ബേസ്ഡ് ഡ്രോൺസും ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു തുർക്കിയിലെ ഒരു ഡിഫൻസ് സിസ്റ്റം, ഒരു പ്രൈവറ്റ് ഒരു കമ്പനിയാണ്. അപ്പോൾ തുർക്കിയുടെ എല്ലാ കമ്പനി, ഇപ്പോൾ തുർക്കി സൈൻ ചെയ്യുന്ന എല്ലാ ബിസിനസ് കോൺട്രാക്ട്സും ഡിഫൻസ് കോൺട്രാക്ട്സും ചെയ്യുന്നത് ഈ സെലക് ബൈറക്തർ എന്ന് പറയുന്ന ആളാണ്. അതായത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ 4ാമത്തെ മകളുടെ, അതായത് സുമയ്യ എർദോഗൻ്റെ ഭർത്താവാണ് ഈ സെലക് ബൈറക്തർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സെലക് ബൈറക്തറും ഇന്ത്യയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഞാനിതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇയാളൊരു വലിയൊരു പ്രൈവറ്റ് കമ്പനി, ഡിഫൻസ് കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. AI ബേസ്ഡ് ഡ്രോൺസ്, പിന്നെ ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, വലിയ ഈ ബാലിസ്റ്റിക് മിസൈൽ, ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ സർക്കാരിന് വേണ്ടിയിട്ടും മറ്റു രാജ്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ഈ സെലക് ബൈറക്തർ. അപ്പോൾ ഈ സെലക് ബൈറക്തറൊക്കെ ഫോബ്സിൻ്റെ തുർക്കിയിൽ നിന്നിലെ ടോപ്പ് റിച്ചസ്റ്റ് ആൾക്കാരിൽ ഒരു 10 ആൾക്കാരിൽ ലിസ്റ്റ് ചെയ്ത ഒരാളാണ്. ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ കോൺട്രാക്റ്റുകളൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇവർ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനൊക്കെ വലിയ രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് തങ്ങൾ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചാക്രമിക്കും, ഈ 2 രാജ്യങ്ങളും ചേർന്ന് തിരിച്ചവർ ആക്രമിക്കും. അത് ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഉള്ള അക്രമമായിട്ട് കണക്കാക്കിയിട്ട് അവർ തിരിച്ചാക്രമിക്കുന്നുള്ളൊരു ഇതൊക്കെ ആ കോൺട്രാക്റ്റൊക്കെ വലിയൊരു പാക്റ്റൊക്കെ സൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്നേരം ഒരു വാർത്ത വന്നിരുന്നു. അതായത് ഈ ലോകത്ത് എവിടെയെങ്കിലും ഇസ്ലാമിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി ഇടപെടും, ഇസ്ലാമിൻ്റെ ചാമ്പ്യനാണ് ഞങ്ങളെന്ന് പാകിസ്ഥാൻ ഇങ്ങനെ എന്താ പറയുക, അവർ ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും. കാരണം വെച്ചാൽ പാകിസ്ഥാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണ്. ചിലപ്പോൾ ഇവർ കൈവശ ആണവായുധങ്ങൾ ചിലപ്പോൾ ഇസ്രായേൽ കയറി ചിലപ്പോൾ തുർക്കിയിൽ അടിച്ചു കഴിഞ്ഞാലോ ഇറാനിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് കയറി ആണവായുധമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഞങ്ങളാണ് ചാമ്പ്യൻ, ഇസ്ലാമിനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും, അപ്പോൾ ഞങ്ങൾ ഇവരൊക്കെ ചാമ്പ്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവർക്ക് കയറി ആണവായുധം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെലക് ബൈറക്തർ എന്ന് പറഞ്ഞാൽ, അതായത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകളെ ഭർത്താവിൻ്റെ കയ്യിൽ ആ ഒരു കമ്പനിയുടെ കയ്യിൽ ആണവായുധം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആദ്യം പ്രയോഗിക്കുക ഇസ്രായേലിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെ, അതായത് ഒരു പഴം മുന്നേ എറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ നെതന്യാഹും ടീമും അവരുടെ പിള്ളേരും ടീമും ഒക്കെ എന്താ പറയണ്ടത്, ഈ എർദോഗനെയും മകളെ ഭർത്താവിനെയും ഉടൻ തന്നെ തീർക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഗസ സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇവർ അടുത്ത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ 3 ടീമിനെ തീർക്കുക. ഈ 3 ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിരന്തരം ഇസ്രായേലിനെ തീർക്കാൻ, ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇറാനൊക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ചിലപ്പോൾ ഇറാൻ ആയിരിക്കില്ല, തുർക്കി, ഇറാൻ, പാകിസ്ഥാൻ ഇതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളടക്കം എല്ലാ ആൾക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഉടൻ തന്നെ ഇസ്രായേൽ ഇവിടെ കയറിയിട്ട് പാകിസ്ഥാനിൽ കയറി അടിക്കാൻ സാധ്യതയുണ്ട്, അവർ ആണവായുധം അടിച്ച് കളയാനുള്ള സാധ്യതയുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് അമേരിക്കക്ക് പോലും ഒരു ക്ലിയർ മെസ്സേജ് കൊടുത്തിരുന്നു. അതായത് കിരാന ഹിൽസിലുള്ള ഈ ഒരു പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്ന ആണവായുധത്തിൻ്റെ ഫുൾ കൺട്രോൾസ് അമേരിക്ക ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ കയറി അടിക്കും. അതിന് എന്ത് തന്നെ ആയാലും അമേരിക്ക നമ്മുടെ സൗഹൃദ രാജ്യം നമ്മൾ നോക്കില്ല, കയറി അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് ക്ലിയർ മെസ്സേജ് ഇസ്രായേൽ അമേരിക്കക്ക് പോലും കൊടുത്തിരുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം, മറ്റു വീഡിയോ കാണാം.